വെൽക്കം ടു ട്രേഡോ. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അവിടേക്ക് മാർക്കറ്റ് ഇന്ന് എത്തിയിട്ടുണ്ട്. ഇനി ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഇപ്പം ഇന്നലെ മാർക്കറ്റ് എത്തിയിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം കുറേ കാലമായിട്ട് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്, അതൊരു സപ്പോർട്ടാണ് എന്നുള്ളത്. ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നതും ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും വന്ന് അവിടേക്ക് റീടെസ്റ്റ് എടുത്തൊരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ. നോക്കിയാൽ കാണാം ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഈ ബ്ലൂ ലൈൻ വരച്ചിരുന്നത്. അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇംബാലൻസ് വരെ എത്തുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇംബാലൻസ് എത്തിയിട്ടില്ല. ഇംബാലൻസ് എടുക്കാതെ വീണ്ടും താഴോട്ടേക്ക് തന്നെ വന്നു. എനിവേ നമുക്ക് 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി ഒരു ഇംബാലൻസ് ഡയൽ വരച്ച ഇംബാലൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡയൽ വരച്ച ഒരു റെസിസ്റ്റൻസ് ഏരിയയും അതുപോലെ തന്നെ ഉണ്ട്, സപ്പോർട്ടും അതുപോലെ തന്നെ ഉണ്ട്. ഇനി ഈ ഒരു വരച്ച സപ്പോർട്ടിന്റെ താഴെ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഈ ഒരു ഏരിയ അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തിരുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, ഇവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നേരത്തെ വരച്ച 1 ഡേ ചാർട്ടിൻ്റെ ഇത് അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ മനസ്സിലാവും ഒരു ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ആ ഒരു ഇംബാലൻസിലേക്ക് എത്താതെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി താഴോട്ടേക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടേക്ക് വന്നിട്ട് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബൈ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ ആ ഒരു ഇംബാലൻസിലേക്ക്, അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹൈയിലേക്കോ അല്ലെങ്കിൽ ആ ഇംബാലൻസിലേക്കോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കൽ കൂടി ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ടേക്ക് പതിയെ പതിയെ ഇറങ്ങി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിന്നും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ വന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷൻ മുകളിലോട്ട് തന്നിട്ട്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ മുകളിലോട്ട് തന്നിട്ട് വീണ്ടും റീടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു ബൈ എൻട്രി എടുക്കാം. അങ്ങനെ ഒരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടം തന്നെയാണ്, നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അങ്ങനെ 2 ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഒരു സെൽ എൻട്രി ഉണ്ട്. സെൽ എൻട്രി നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ വേണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യാൻഡിൽ ഫോർമേഷൻ മാത്രം സംഭവിച്ചാൽ പോരാ, ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്ത് നല്ലോണം നിൽക്കും വേണം. അപ്പോഴും ചെറിയൊരു ഏരിയ ഉള്ളൂ കവർ ചെയ്യാൻ. ചെറിയ മിനിറ്റിൽ 1 മിനിറ്റിലോ അല്ലെങ്കിൽ 3 മിനിറ്റ്സിലോ ഒക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു എൻട്രി കിട്ടാനും സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഇംബാലൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.